ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീറ്റ്റൂട്ട് പൗഡർ ആയിട്ടാണ്. ഇത് ആൽപ്സ് ഗുഡ്നസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബീറ്റ്റൂട്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് 75 ഗ്രാമിൻ്റെയാണ്. ഇതിന് മാത്രമാണ് ബോട്ടിൽ വരുന്നത്. 50 ഗ്രാം 100 ഗ്രാം ഒക്കെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനത്തെ പാക്കിംഗ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 75 ഗ്രാം ക്രിയേറ്റഡ് ഫോർ ഓൾ സ്കിൻ ആൻഡ് ഹെയർ ടൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത് ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും, സ്കിന്നിൽ മാത്രമല്ല. പിന്നെ പ്രിവെൻറ്റ്സ് സ്കിൻ പിഗ്മെൻറ്റേഷൻ, മേക്സ് സ്കിൻ ഗ്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രിവെൻറ്റ്സ് ഹെയർ ബ്രേക്കേജ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ പ്രിസർവേറ്റീവ് ഫ്രീ, നോ കെമിക്കൽസ്, നോ ആനിമൽ ടെസ്റ്റിംഗ്, പെസ്റ്റിസൈഡ് ഫ്രീ, 100% നാച്ചുറൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. 150 ഗ്രാം 150 റുപ്പീസാണ് 75 ഗ്രാമിന് വരുന്നത്. 3 ഇയർ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ യൂസേജ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കോഷൻ, അതായത് നമ്മുടെ അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഐസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യൂസേജ് വരുന്നത് ഇവർ എഴുതിയിരിക്കുന്ന 20 ഗ്രാം എടുക്കുക ബീറ്റ്റൂട്ട് പൗഡർ, എന്നിട്ട് അതിനകത്ത് 100 ml വാട്ടർ ആഡ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അഡീഷണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പൊതുവേ ഈ പൗഡറും വാട്ടറും മാത്രം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രൈയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ബീറ്റ്റൂട്ട് ലിപ് ബാം ഉണ്ടാക്കാം എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്, പെട്രോളിയം ജെല്ലി യൂസ് ചെയ്തിട്ട്. അതുപോലെ അതിന് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് പൗഡർ, അതായത് സോറി, പെട്രോളിയം ജെല്ലി എടുക്കുക, ഹാഫ് ടീസ്പൂണ് ബീറ്റ്റൂട്ട് പൗഡർ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് സ്ലൈറ്റ്ലി അത് ഹീറ്റ് ചെയ്തിട്ട് നമുക്കത് ലിപ് ടിൻ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പൗഡറിൻ്റെ ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത് ഉള്ളിൽ. കറക്റ്റ് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ ഒരു കളർ തന്നെയാണ് കേട്ടോ. അത് പൗഡറാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു കളറാണ്. അങ്ങനത്തെ ഒരു നല്ല നൈസ് പൗഡറാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ഇങ്ങനെ തരി തരി പോലെ തോന്നില്ല, അത്രയ്ക്ക് നൈസായിട്ടാണ് അവരത് പൗഡറാക്കിയിരിക്കുന്നത്. പിന്നെ പാക്കിംഗ് ആണെങ്കിലും നല്ലൊരു പാക്കിംഗ് ആണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തണുത്ത് പോകത്തില്ല. ചില പൗഡർ നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ തണുക്കും, അല്ലെങ്കിൽ അത് എന്താ ഈ ഫംഗസ് ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിനി ഈ പൗഡർ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും പാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അക്വാലോജിക്ക് തീർന്നൊരു എന്താ ഫേസ് മോയ്സ്ചറൈസറിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പൗഡർ ഇടുക. അപ്പം ഞാൻ കൈക്കാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്, കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 75 ഗ്രാമേ ഉള്ളെങ്കിലും കുറേ നാൾ നിൽക്കും കേട്ടോ. നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് മതി അത്യാവശ്യം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മളൊരു ഏകദേശം ഒരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പൗഡർ വേണോ അത്ര എടുക്കുക. ഫേസിനൊക്കെ ആണെങ്കിൽ കുറച്ച് മതി കേട്ടോ. അതുപോലെ ലിപ്പിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് അവർ എഴുതിയിട്ടില്ല. ലിപ്പിലൊക്കെ ആണെങ്കിൽ കുറച്ച് ജസ്റ്റ് കയ്യിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ കളറും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വെസലിൽ എടുത്തിരിക്കുന്നത്. കയ്യിലായാലും നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, കാരണം ഫേസിനൊക്കെ ആണെങ്കിൽ അത്രയും മതി നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രാമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഗ്രാം പറയാനൊന്നും അറിയില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തൈരോ പാലോ ഒക്കെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ വാട്ടറാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് വാട്ടർ എടുത്ത് മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത്തിരി തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അത്ര തിക്കും അല്ല അത്ര ലൂസും അല്ലാത്തൊരു രീതിയിലാണ് എടുക്കുന്നത്. കാരണം തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകണ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കുറച്ച് വാട്ടറി ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. കയ്യിലൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര തിക്കാണെങ്കിൽ കുറേ പൗഡർ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി, കണ്ടോ. കുറച്ച് ലിക്വിഡാണ്, പക്ഷെ എന്നാൽ ഭയങ്കര ലിക്വിഡി അല്ല. ഇത് സ്റ്റിക്കി ടൈപ്പ് അല്ല കേട്ടോ. ഇത് പൗഡറും വാട്ടറും ആയതുകൊണ്ട് സ്റ്റിക്കി ടൈപ്പ് ഒന്നുമല്ല. അപ്പം ഞാൻ ആദ്യം തന്നെ കയ്യിൽ ഒന്ന് വെറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പൊതുവേ ഇപ്പോൾ ഫേസിലൊക്കെയാണെങ്കിൽ നിങ്ങൾ ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഞാൻ കയ്യിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് എൻ്റെ കൈ. ഞാൻ കുറച്ച് വെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫേസിലൊക്കെ ആണെങ്കിൽ വേണം ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് കംഫർട്ടബിൾ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ഭാഗത്തൊക്കെ ഞാൻ താഴെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കൈയുടെ മുകളിലത്തെ ഭാഗത്ത്. നമ്മൾ പൊതുവേ വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്തേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ.
അപ്പം ഞാനിത് നന്നായിട്ട് ഒരു 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 ചെറിയൊരു തിക്നെസ്സിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് വാട്ടറി ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. തിക്കായിട്ട് പേസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് ഫേസിലും കണ്ണിൻ്റെ താഴെ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൽ പോകാണ്ട് സൂക്ഷിക്കണം. പക്ഷേ കണ്ണിൻ്റെ താഴെയൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ നമുക്ക് ലിപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചുണ്ടത്തും കളറൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ടിൻ്റൊക്കെ കിട്ടും. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് കൈ ഫുൾ അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട്. ചുണ്ടത്താണെങ്കിൽ നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ലിപ്സിൽ കുറച്ച് വാട്ടർ ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. എനിക്ക് 10 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ ഡ്രൈ ആവാനായിട്ട്. അത് കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ടിൻറ്റ് കിട്ടും ലിപ്പിലൊക്കെ. നമ്മൾ ബീട്രൂട്ടൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ലിപ്സ് കിട്ടില്ല, നാച്ചുറൽ പിങ്ക് ലിപ്സ് കിട്ടും. അപ്പം അങ്ങനെ വേണ്ടവർക്ക്, ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷേ ചുണ്ടിലൊരു ചെറിയ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ വേണമെന്നുള്ളവർക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഡ്രൈ ആയി കണ്ടോ. ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെയാവും, നല്ല ഡ്രൈ ആവും. ഫേസിലാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഡ്രൈ ആക്കണം എന്നില്ല കേട്ടോ. കാരണം പൊതുവേ ഭയങ്കര ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഫേസിൽ ചുളുക്ക് വീഴാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഡ്രൈ ആക്കണ്ട. അപ്പം ഞാൻ കയ്യിൽ ഇത്രയും ഡ്രൈ ആക്കിയിട്ടുണ്ട്. കൈയുടെ ഈ ഒരു എത്ര ഏരിയയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഒരു കയ്യിൽ മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാണ്. അപ്പം ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട് കണ്ടോ. അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. അപ്പം ഞാൻ കോട്ടൺ പാഡ് ഒന്ന് വെറ്റ് ചെയ്യും. വെറ്റ് ചെയ്തിട്ട് നമുക്കിത് തുടച്ചെടുക്കാം കേട്ടോ. ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ് വെറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കാണിക്കുന്നത്. ഫേസിലാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടോ, ഇത് നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വരും. അത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ജസ്റ്റ് അതൊന്ന് മാസ്ക് ഒന്ന് തുടച്ച് മാറ്റുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് വന്ന പോലെ തോന്നും. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഫേസിന് എന്തോ നല്ലൊരു ഫ്രഷ്നെസ് വരും, നല്ലൊരു ബ്രൈറ്റ്നസ് വരും, ആ ടാനൊക്കെ മാറിയ പോലെ തോന്നും. അതുപോലെ ഡെയിലി വെയിൽ കൊള്ളുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വല്ലപ്പോഴും അപ്ലൈ ചെയ്താൽ നല്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസിന് പോകുമ്പോൾ മാത്രം നമുക്കൊരു ഗ്ലോ കിട്ടാനാണെങ്കിൽ, ഒരു ബ്രൈറ്റ്നസ് കിട്ടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ ഒരു 100 റുപ്പീസൊക്കെ കേട്ടോ ഇതിന് വരുള്ളൂ. നമുക്ക് ഓഫറിൽ ഇതൊരു 100 റുപ്പീസിനൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ അത് വാങ്ങിയാൽ മതി. അത് വാങ്ങിയിട്ട് നമുക്ക് വാട്ടർ മാത്രം, വേറെ നമുക്ക് തൈരോ പാലോ ഒന്നും വേണ്ട. ജസ്റ്റ് വാട്ടർ മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇതിൻ്റെ വേറെ കുറേ ടർമറിക് പൗഡർ, ഓറഞ്ച് പീൽ പൗഡറൊക്കെ വരുന്നുണ്ട്. ഒരുപാട് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ച് എനിക്ക് എഫക്റ്റീവായി തോന്നിയതുകൊണ്ട് ഇനി അടുത്തത് മേടിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അത് അടുത്ത മേടിച്ച് യൂസ് ചെയ്ത് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ തുടച്ചെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ തുടച്ച് വാട്ടറിൽ തുടച്ച് എടുത്താൽ മതി നമ്മൾ. അത് പോരും കേട്ടോ. ഭയങ്കര ഇതായിട്ടൊന്നും അല്ല ഇരിക്കുക. നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡയറക്റ്റ്ലി വാഷ് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങനെ ആയിട്ടോ കളയുന്നത്. ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം കാണാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ ചിലപ്പോൾ അത്രയ്ക്ക് വിസിബിൾ ആയിരിക്കില്ല. ഫേസിലാണെങ്കിൽ ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഫേസിലൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പോൾ എൻ്റെ സ്കിൻ പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ സ്കിൻ. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ആക്കും. എൻ്റെ സ്കിൻ ഓയിലി സ്കിൻ ആയിരുന്നു കുഴപ്പമില്ല. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഭയങ്കര ഡ്രൈ ആയ ഫീൽ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി ഭയങ്കര ടാൻ ആയിട്ടിരിക്കുക കേട്ടോ. അതാണ് വാച്ച് കിട്ടിയ സ്ഥലത്ത് മാത്രം വേറെ കളറ്, ബാക്കി എല്ലാ സ്ഥലത്തും വെയിലടിച്ചിട്ട് വേറെ കളറിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് നോക്കണ്ട. അല്ലാത്തുള്ളൊരു ബ്രൈറ്റ്നസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫേസിലും കഴുത്തിലുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. കണ്ടോ, ഞാൻ കൈ വെച്ചേക്കണതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കളറാണ്. അതപ്പം ഉണ്ടായ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ആണ് കേട്ടോ. അപ്പോൾ ആൽഫ് ഗുഡ്നസിൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. പർപ്പിളിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. വേണ്ടവർ വാങ്ങുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുള്ളവർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.